പഠിച്ചു? ഒന്ന് പറഞ്ഞേ 1 2 3 4 5 6 7 8 8 വരെ നമ്മൾ കൗണ്ട് ചെയ്യാനും അതുപോലെ എഴുതാനൊക്കെ പഠിച്ചു അല്ലേ? ഓക്കെ, നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ? Draw a standing line down to make the number 1. Left curve sleeping line to make the number 2. Left curve to make the number 3. Standing sleeping standing line to make the number 4. Sleeping standing left curve to make the number 5. Slanting and curving to make the number 6. Sleeping slanting line to make the number 7. Right curve, left curve, around and up to make the number 8. Okay. ഒന്ന് count ചെയ്തേ. 1 2 3 4 5 6 7 8. 8 വരെ നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള 9. ഒന്ന് പറഞ്ഞേ 9. ഒന്ന് പറഞ്ഞേ 9. ഓക്കേ. 1 2 3 4 5 6 7 8 9. ഓക്കേ. 9 എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ. എങ്ങനെ എഴുതാന്നറിയോ? സ്മോൾ സർക്കിൾ സ്റ്റാൻഡിംഗ് ലൈൻ to make the number 9. 9 എങ്ങനെ എഴുതാ? ഒരു സ്മോൾ സർക്കിൾ കണ്ടോ? ഒരു സ്മോൾ സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ. എളുപ്പമല്ല? എങ്ങനെ? സ്മോൾ സർക്കിൾ സ്റ്റാൻഡിംഗ് ലൈൻ, സ്മോൾ സർക്കിൾ സ്റ്റാൻഡിംഗ് ലൈൻ to make the number 9. 9 എങ്ങനെ എഴുതാ? Small circle standing line, small circle standing line, small circle standing line, small circle standing line. Okay, 9 എഴുതാൻ എളുപ്പമല്ലേ? എങ്ങനെ എഴുതാ? Small circle standing line. Okay, നിങ്ങൾക്ക് സ്ലേറ്റിൽ 9 ഒന്ന് എഴുതിക്കൂടെ? Okay, very good. ഇനി ഞാനൊരു ചിത്രം കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്തിട്ട് എത്ര ഉണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇതെന്താണ്? ബട്ടർഫ്ലൈ. വെരി ഗുഡ്. ഈ ബട്ടർഫ്ലൈ ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9. 9 butterflies. ഓക്കെ. ഓക്കെ, ഇനി വേറൊരു ചിത്രം കാണിച്ചു തരാം. ഇതെന്താണ്? ഇതൊരു ഷേപ്പാണ്. ഓക്കെ, വെരി ഗുഡ്. ഈ ഷേപ്പിന് ഒരു പേര് പറയും. എന്താണെന്നറിയോ? നൊണകൻ. ഓക്കെ, ഈ നൊണകൻ ഷേപ്പിന് എത്ര സൈഡ് ഉണ്ട്? കണ്ടോ? ഇങ്ങനെ സൈഡ് കണ്ടോ? എത്ര സൈഡ് ഉണ്ട്? നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ? ഓക്കെ, 1 2 3 4 5 6 7 8 9. 9 സൈഡ് ഉണ്ട് ഈ ഷേപ്പിന്. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 41 കണ്ടോ? 9 കൊടുത്തിട്ടുണ്ട്. 9 എങ്ങനെ എഴുതാ? സ്മോൾ സർക്കിൾ സ്റ്റാൻഡിംഗ് ലൈൻ, സ്മോൾ സർക്കിൾ സ്റ്റാൻഡിംഗ് ലൈൻ, സ്മോൾ സർക്കിൾ സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കെ, ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ബട്ടർഫ്ലൈസ്. ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9. 9 butterflies. ഓക്കെ, ഇവിടെ താഴെ കോളംസിൽ 9 എന്ന നമ്പർ നിങ്ങൾ എഴുതുക. എങ്ങനെ എഴുതുക? സ്മോൾ സർക്കിൾ സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കെ, പിന്നെ ഇവിടെ താഴെ എക്സ് കൊടുത്തിട്ടുണ്ട്. എക്സ് അത് നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ? ഓക്കെ, 1 2 3 4 5 6 7 8 9. 9 എക്സ്. ഈ താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, അതിൽ 9 എന്ന് നിങ്ങളൊന്ന് എഴുതുക. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കിയാലോ? How many sides has this picture? How many sides has this picture? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താ? നൊണകൻ ഷേപ്പിന്റെ പിക്ചർ. അതിന് എത്ര സൈഡ് ഉണ്ട് എന്ന് ചോദിക്കുന്നത്. ഈ ഷേപ്പിന് എത്ര സൈഡ് ഉണ്ട്? 9 sides. ഓക്കെ, ഇനി എല്ലാവരും
സ്ലേറ്റ് എടുക്കുക, അതിലെ നമ്പർ 9 എഴുതി പഠിക്കാം. ഓക്കെ, എന്നാ വേഗം സ്ലേറ്റ് എടുത്തോളൂ, എഴുതിക്കോളൂ, പഠിച്ചോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.